അശ്വന്ത് റിവ്യൂ ചെയ്തപ്പം ആളുകൾ അറിഞ്ഞ സിനിമകൾ ഒരുപാടുണ്ട്. ഉണ്ട്. ഇങ്ങനെ ഒരു സിനിമ വന്നു എന്ന് അറിഞ്ഞ സിനിമകൾ ഇപ്പൊ ആൾക്കാർ വിളിച്ച് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ റിവ്യൂ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഇതുപോലെ ചെറിയ സിനിമയുടെ ആൾക്കാരുണ്ടാകും. ഉണ്ട് ഇഷ്ടം പോലെ. അതായത് അവരെ സിനിമ എങ്ങനെയെങ്കിലും അറിഞ്ഞാൽ മതി സിനിമ ഇറങ്ങിയിട്ടുണ്ടെന്ന്. അറ്റ്ലീസ്റ്റ് അവർക്കൊരു പ്രസ് മീറ്റിങ്ങിന് വിളിക്കാമല്ലോ, ഞങ്ങളെ സിനിമ തകർത്തു എന്ന് പറഞ്ഞിട്ട്. നമ്മൾ മൈൻഡാക്കാടെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേറെ ഒരു ഗ്രൗണ്ട് ഇല്ല അവർക്ക്. അപ്പോൾ ചില നിർമ്മാതാക്കളും വിളിച്ച് പറയാറുണ്ട്, ഞാൻ വഴിയല്ലെങ്കിലും ഞാൻ കണക്റ്റഡ് ആയിട്ട് ആൾക്കാരുടെ പറയും ഇന്ന സിനിമ കാണുമെന്ന് നിർമ്മാതാവ് ചോദിച്ചിട്ടുണ്ട്, നെഗറ്റീവ് ആണെങ്കിലും പ്രശ്നമില്ല, നെഗറ്റീവ് പറഞ്ഞാൽ മതി. അപ്പോൾ ചില ആളുകൾക്ക് എന്താ അറിയോ, റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സിനിമയായിട്ട് അംഗീകരിക്കപ്പെടും. തീർച്ചയായിട്ടും. ചില സിനിമ ഇറങ്ങിയാൽ പോയതാരും അറിയുന്നില്ല, പിന്നെ ഇവർക്ക് OTT പോലും കൊടുക്കാൻ പറ്റൂല, അല്ലെങ്കിൽ അവർക്കൊന്നുമില്ല, അവർ സീറോ ആയിപ്പോയി. അപ്പോൾ അവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ റിവ്യൂ ചെയ്യാം, ഏതെങ്കിലും ഒരാളെങ്കിലും ചെയ്താൽ മതി. അപ്പം ഞാനെങ്ങനെ എല്ലാ സിനിമയും റിവ്യൂ ചെയ്യുന്ന ഒരാളല്ല. ഞാൻ നേരത്തെ അതാ പറഞ്ഞു, ഞാൻ സ്കെയിൽ നോക്കിയിട്ടേ ചെയ്യാറുള്ളൂ. അപ്പോൾ ഞാൻ റിവ്യൂ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു സിനിമയായിട്ട് അംഗീകരിക്കപ്പെട്ടു എന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്കും വരുമല്ലോ, അപ്പം നെഗറ്റീവായി കഴിഞ്ഞാലും. അപ്പം അതുകൊണ്ട് അങ്ങനെ ആവശ്യപ്പെടാറുണ്ട്. അശ്വന്ത് കാശിന് വേണ്ടി റിവ്യൂ ചെയ്യുന്ന ആളല്ലെന്ന് തോന്നുന്നു. കാരണം അശ്വന്തിന്റെ റിവ്യൂ ഏറ്റവും ഒരു ഓഫ്കോഴ്സ് കാശ് സൈഡാണ്. അതെ അതെ, ഞാൻ പറഞ്ഞിപ്പം എല്ലാ സിനിമയും റിവ്യൂ ചെയ്യലും സിനിമയുടെ ഒരു സ്റ്റാൻഡേർഡ് നോക്കി റിവ്യൂ ചെയ്യുക എന്ന് പറയുന്നത് അത് മറ്റൊരു തലമാണ്. അപ്പം മിനിമം അശ്വന്ത് ഒരു ഏറ്റവും ചെറിയതെന്ന് കരുതപ്പെടുന്ന എല്ലാ സിനിമയും അവരുടെ മേക്കേഴ്സ് വലിയ സിനിമകൾ തന്നെയാണ്. അതെ അതെ അതെ. പക്ഷെ ബട്ട് സ്റ്റിൽ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ അങ്ങനെ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ചില സിനിമകൾ റിവ്യൂ ചെയ്താൽ മിനിമം 1-2 ലക്ഷം എങ്കിലും ഏറ്റവും കുറഞ്ഞ അശ്വന്തിന്റെ ഒരു വീഡിയോ ഓടും. അതിന്റെ റിട്ടൻഷൻ വ്യൂസ് അല്ലേ പറയുന്നത്, ലക്ഷം. അതിന്റെ റിട്ടൻഷൻ അശ്വന്തിന്റെ ഭയങ്കര ഹൈ ആയിരിക്കും സാധാരണക്കാർ. കാരണം നിങ്ങൾ എന്താണ് പറയുന്നത് കാണാൻ വേണ്ടി വളരെയധികം ആൾക്കാരുണ്ട്, സർക്കാസ്റ്റിക് മൂഡിലുള്ള സംസാരം കേൾക്കാൻ വേണ്ടി. അപ്പം അതിൽ നിന്ന് വരുന്ന റവന്യൂ വലുതായിരിക്കും. റവന്യൂവിന് വേണ്ടി മാത്രമാണെന്നുണ്ടെങ്കിൽ എല്ലാ സിനിമകളും റിവ്യൂ ചെയ്താൽ മതിയായിരുന്നു. പൈസ സെക്കൻഡറി ആയിട്ട് കാണുന്ന വ്യക്തിയാണ്. സെക്കൻഡറി കാരണം ലോങ് റണ്ണിൽ അത് ബാധിക്കും. അത് ആൾക്കാർ നിങ്ങൾ പറഞ്ഞാൽ തന്നെ അതിനുള്ള ഉത്തരമുണ്ട്. ആൾക്കാർക്ക് ഒരു ക്യൂരിയോസിറ്റി വരാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നതിനകത്ത് സംതിങ് ഉണ്ട്, യുണീക്ക് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഞാൻ ചവറ് പോലെ $50 $100 വേണ്ടിയിട്ട് പിന്നെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഗ്രാജുവലി ആൾക്കാരുടെ ആ ക്യൂരിയോസിറ്റി നഷ്ടപ്പെടുകയും പിന്നെ എനിക്ക് തന്നെ ഇതൊന്നും ഭയങ്കര പാടല്ലേ. നിങ്ങൾക്കറിയാലോ, രാവിലെ നമ്മൾ എഴുന്നേറ്റ് ആൾക്കാർ പറയുന്ന ഒരു പണിയില്ലാന്ന്, പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാലേ നമ്മൾ എഴുന്നേറ്റ് എവിടെ നിന്ന് എഫേർട്ട് എവിടെ തലേദിവസം തുടങ്ങുന്ന എഫേർട്ട്, തലേദിവസം നേരത്തെ ഉറങ്ങണം, അടിച്ച് ഓഫായി കഴിഞ്ഞാൽ പോയി. തലേന്ന് നേരത്തെ ഉറങ്ങണം, അവിടെ നിന്ന് ഉറങ്ങുന്ന എഫേർട്ട്. അപ്പോൾ ഉറങ്ങുന്ന ഒരു എഫേർട്ട് ആണോ അവിടെ ചോദിക്കൂ. സ്ഥിരമായിട്ട് ലേറ്റ് ആയിട്ട് ഉറങ്ങുന്ന ആൾക്ക് നേരത്തെ ഉറങ്ങുന്ന ഒരു എഫേർട്ട്. തീർച്ചയായിട്ടും മനസ്സിലായി. അത് കഴിഞ്ഞ് പിന്നെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഡ്രസ്സപ്പ് ചെയ്ത് നമ്മളവിടെ എത്തി. വണ്ടി പാർക്ക് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ്. കാരണം ഇവർ ഭയങ്കര ശല്യമാണ് വണ്ടി പാർക്ക് ചെയ്യാൻ പറയുന്ന ആൾക്കാർ. എല്ലാ തിയേറ്റേഴ്സിലും ഇല്ലേ, കൺജസ്റ്റഡ് ആയുള്ള തിയേറ്റേഴ്സിൽ. പിന്നെ അവിടെ പോയി ഇത് കണ്ടു തീർക്കണ്ടേ. ചില സിനിമകളൊന്നും കണ്ടു തീർക്കാനാവില്ല, ഇൻ്റർവെൽ ആകുമ്പോഴത്തേക്കിന് ക്ഷീണിക്കും. പിന്നെ നമ്മൾ ഒരു കോഫിയെ കുടിച്ച് വീണ്ടും ഓണായി ഇരുന്ന് ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കിന് എക്സോസ്റ്റഡ് ആയി പോകും. പിന്നെ ഇതിനെക്കുറിച്ച് പറയണ്ടേ, പിന്നെ എഡിറ്റ് ചെയ്ത് അത് അപ്പോഴത്തേക്ക് നമ്മുടെ ഒരു പകുതി ദിവസം കഴിഞ്ഞ്. ഇനി 2 സിനിമയുള്ള ദിവസമാണെങ്കിൽ പിന്നെ ഇത് പറഞ്ഞ് ഇതിൻ്റെ മോഡ് ഓഫിൽ വേണം അടുത്ത സിനിമ കാണാൻ പോകും. അപ്പം നമ്മൾ വീണ്ടും ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് വേണം പോകാൻ. അപ്പം ഒരു സിനിമ കാണുക ഭയങ്കര മെനക്കെട. ഏറ്റവും ഈസി എന്താ അറിയോ, സിനിമയിൽ കാണാതെ ചെയ്യുന്ന കോണ്ടന്റാണ്. ഇപ്പം എനിക്കറിയാം പല ആൾക്കാർ സിനിമ കാണുന്നത് കുറച്ചിട്ട് ഇപ്പം സിനിമേതര കോണ്ടന്റ്സ് അല്ലെങ്കിൽ സിനിമ റിലേറ്റഡ് അതാകുമ്പോൾ നമുക്ക് ഈ ഒരു ലോങ് പ്രോസസ് ഇല്ല. നമുക്ക് ഇരുന്നൊരു വിഷയം പഠിച്ച് പ്രസന്റ് ചെയ്താൽ. പക്ഷെ എല്ലാത്തിനും റിസ്ക് ഉണ്ടേ, എല്ലാത്തിനും എൻ്റെ റിസ്ക്കും എഫേർട്സും ഉണ്ട്. ഞാൻ പറഞ്ഞു, പക്ഷേ ഇതൊരു ഫിസിക്കൽ എഫേർട്ട് കൂടുതലാണ്. അത് വല്ലപ്പോഴും സിനിമ കാണുന്ന ആൾക്കാർ ഫീൽ ചെയ്യില്ല. കാരണം സാധാരണ ആളുകൾ സിനിമ കാണാൻ പോകുമ്പോഴാണ് ഒരു വീക്കെൻഡിൽ ജോലിയുടെ ടെൻഷനൊക്കെ ഒന്ന് കുറയ്ക്കാൻ. അപ്പം അവർക്ക് തിയേറ്ററിനകത്ത് കാരണം കിട്ടുന്ന ഒരു AC-ക്കകത്ത് കയറുന്ന നല്ല സ്മെല്ല്, നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്പേസ്, ആ കോംഫി സോണിൽ ഇരിക്കുമ്പം തന്നെ അവർക്ക് പിന്നെ ഏത് സിനിമയിലും കൂടുതൽ പെട്ടെന്ന് എൻജോയ് ചെയ്യാനും പറ്റും. മാത്രമല്ല അവർക്ക് ആ ഒരു സുഖം കിട്ടും. 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യുക. ഇത് ഡെയിലി ഇത് 2-3 തവണ നമ്മൾ ഈ സ്ഥലത്ത് പോകുമ്പോഴേ, അല്ല ആഴ്ചക്ക് 3-4 ദിവസം തിയേറ്റർ പോകുമ്പോഴേ അത് സ്ഥിരം ഒരേ തിയേറ്റേഴ്സിൽ തന്നെ പോകുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ പൈസയുടെ മാത്രമല്ല നോക്കുന്നത്, പിന്നെ ഓഫ് കോഴ്സ് ക്വാണ്ടിറ്റിയൊക്കെ ഉള്ള അധികം കൂടുതൽ ക്വാണ്ടിറ്റിയാണ് നോക്കുന്നത്. ക്വാണ്ടിറ്റിയൊക്കെ കൂടുതൽ ക്വാളിറ്റിയാണ്. ഈ ഒരു സിനിമ കണ്ടുവന്നു, ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് രാത്രി 11:00 റിവ്യൂ അപ്പ് ചെയ്തിട്ടുണ്ട്. മോസ്റ്റ്ലി അങ്ങനെ ആയിരിക്കും മിക്കതും വരുന്നത്. അതെ അതെ അതെ. ഈ ഒരു മത്സര ബുദ്ധി ഉണ്ടാവാറില്ല. ഇപ്പൊ ഉണ്ണി വ്ലോഗ് അപ്പറയുണ്ട്, അതുപോലെ ഷസാം അപ്പറയുണ്ട്. എനിക്ക് ആദ്യം കുറച്ചുകൂടി വ്യൂയിലേക്ക് എത്തും, അങ്ങനെ ഒരു തോന്നല്ല. അല്ല, ഞാൻ എപ്പോൾ ഇട്ടാലും എൻ്റെ ഒരു ഓഡിയൻസ് അവിടെ ഉണ്ട്, അവർ വന്നോളും. അശ്വന്തിന്റെ റിവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ആ ഒരു കോൺഫിഡൻസ് ആണ് രാത്രി 12:00 റിവ്യൂ 100% കോൺഫിഡൻസ് ഉണ്ട്. കാരണം അത് അതേപോലെ ശരിയാണെന്നുള്ളതാണ്. അല്ല, അതെന്താ അറിയോ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ റിവ്യൂ
ഇപ്പോൾ ഉണ്ണിയുടെ റിവ്യൂ കണ്ടാൽ എൻ്റെ റിവ്യൂ കാണും, ഷാസിൻ്റെ കണ്ടാലും എൻ്റെ കാണും, സീക്രട്ടിൻ്റെ കണ്ടാലും എൻ്റെ കാണും, എബിൻ്റെ കണ്ടാലും എൻ്റെ കാണും. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് കിട്ടുന്ന റീച്ച് എനിക്ക് കിട്ടും. ഇനി വൈസ് വേഴ്സ പറയുകയാണെങ്കിൽ ചിലപ്പം ഞാൻ വളരെ നേരത്തെ ഇടുകയാണെങ്കിൽ ചിലപ്പം ഷാസിനെ എന്തായാലും ബാധിക്കൂല. കാരണം ഷാസിന് ഇതുപോലെ കൾട്ട് ഓഡിയൻസ് ഉണ്ട്. ഉണ്ണിയായാലും തിരുവനന്തപുരം അങ്ങനെ ചെറിയ ഉണ്ണി ചെറുതല്ല ഞാൻ പറഞ്ഞ തിരുവനന്തപുരമൊക്കെ ഇങ്ങനെ അവർക്ക് ഓഡിയൻസ് വരുന്നത് ഇതിന്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പിന്നെ ഞാൻ ഇട്ട് കഴിഞ്ഞിട്ട് ഓൾറെഡി ഒരു തീരുമാനമായ പോലെ അവർക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരെ അങ്ങനെ ആദ്യം കാണൂല. പക്ഷെ അത് തീരെ ബാധിക്കാത്ത ഷാസിനെ ഒരു തരത്തിലും ബാധിക്കില്ല. കാരണം ഷാസിന് എന്നെ പോലെ തന്നെ കൾട്ട് ഓഡിയൻസ് ഉണ്ട്. ഉണ്ണിയോ തിരുവനന്തപുരത്തിനെയൊക്കെ അല്ലെങ്കിൽ എബിനെയൊക്കെ വേരി ചെയ്തൊക്കെ വ്യൂസ് വേരി ചെയ്തൊക്കെ എന്നാലും അവരുടെ പക്ഷെ അവരുടെ മിനിമം വ്യൂസ് ഓഫ് കോഴ്സ് മിനിമം വ്യൂസ് എന്തായാലും ഉണ്ണിക്ക് ഒരു വീഡിയോ കിട്ടേണ്ട വ്യൂ എന്തായാലും കിട്ടും. പക്ഷെ ഈ ടൈം മാറും. പിന്നെ നിങ്ങൾ പറഞ്ഞാൽ നമുക്കിതില്ല കോമ്പറ്റീറ്റീവായിട്ട് മത്സര ബുദ്ധി ഞാൻ ആദ്യം ഇട്ടുകളെ അങ്ങനെയൊന്നുമില്ല. ആരിട്ട് എപ്പോൾ വേണിട്ട് നമുക്ക് കുഴപ്പമില്ല. നമ്മൾ തന്നെ പറയും ഈ സിനിമ കാണുന്നില്ലേ നമ്മൾ ചോദിക്കും. ഇത് മനസ്സിലായില്ലേ, റിവ്യൂ കാണാതായില്ലേ എന്താ കണ്ടില്ലേ ചോദിക്കും. അങ്ങനെ ചോദിക്കും. ഇടാൻ വേണ്ടി നമ്മൾ മോട്ടിവേറ്റും ചെയ്യും. നമുക്കങ്ങനെ പ്രശ്നമില്ല. കാരണം നമുക്കുള്ള സീസണുള്ള സീസണിന് എല്ലാവരുടെയും വിശ്വാസമാണ് ശരിക്കും. ഈ അശ്വന്തിനെയും ഉണ്ണിയെയും ഷസാമിനെയും ഒക്കെ എടുത്ത് നോക്കുമ്പം ഇവരിൽ നിന്നൊക്കെ അശ്വന്തിന് ഒരു കുറച്ചൊരു മേൽക്കൈ കിട്ടുന്നതിന് റീസൺ എന്തായിരിക്കും തോന്നിയിട്ടുണ്ടോ? അല്ലെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും മറ്റ് റിവ്യൂവേഴ്സിൽ നിന്ന് അശ്വന്തിനെ മാറ്റി നിർത്തുന്ന ഘടകം എന്താണ്? സെൽഫ് ഇവാലുവേഷൻ. അതെ, അവർ കുറച്ചുകൂടെ സോഫ്റ്റാണ്. അതായത് അപ്പോൾ ഷാസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല സിനിമയാണെങ്കിൽ ഷാസ് അത് നല്ല മാക്സിമം ഇതിൽ തന്നെ പറയും. തീരെ പോക്കാണെങ്കിൽ പുള്ളി അങ്ങനെ ഇതാക്കാണ്ട് അങ്ങ് ഒഴിവാക്കി പറയും. പറഞ്ഞു ആ ഒരു സാധനം പറഞ്ഞു. ഉണ്ണിയാണെങ്കിൽ പിന്നെ ഭയങ്കര അനലിറ്റിക്കലും ആയിട്ടാണ് പറയുന്നത്. ഉണ്ണിയുടെ ഫ്ലോ ഇല്ല. ഉണ്ണി ഇപ്പം ഓവർ എക്സൈറ്റഡ് ആവില്ല, ഓവറായിട്ട് റൂഡ് ആവില്ല. അതെ, ഉണ്ണിയുടെ ഫ്ലോ ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ റിവ്യൂ എന്ന് പറഞ്ഞാൽ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ പല സിനിമയ്ക്ക് പല മോഡലാണ്. എനിക്കൊരു സ്ഥിരമായിട്ടുള്ളൊരു സ്റ്റൈൽ ഞാൻ ഫോളോ ചെയ്യുന്നില്ല. അപ്പം ഞാൻ സിനിമയുടെ മെറിറ്റ് നോക്കിയിട്ട് അപ്പം സിനിമയ്ക്ക് കൊടുക്കേണ്ട ആ ഒരു റെസ്പെക്റ്റ് കൊടുക്കേണ്ട സിനിമയുടെ ആ രീതിയിൽ പറയും. വെറും കൂത്തറ സിനിമയാണ് അങ്ങനെ പറയും. പിന്നെ ഞാൻ ഏത് ലാംഗ്വേജ് ഉപയോഗിക്കുന്നു എനിക്ക് പോലും അറിയില്ല. ഞാൻ ചിലതൊക്കെ ഫ്ലോയിലങ്ങ് വരുന്നതാണ്. പിന്നെ ഞാൻ എന്ത് പറയുന്നത് ഞാൻ അധികം പ്രിപ്പയർഡ് അല്ല. ഞാൻ കോണ്ടന്റ് വൈസ് പ്രിപ്പയർഡ് ആയിരിക്കും. ഇപ്പോൾ ആരാണ് ഡയറക്ടർ, ആരാണ് ടെക്നീഷ്യൻസ്, ആരാണ് ആക്ടേഴ്സ് എന്നൊക്കെ ഞാൻ പ്രിപ്പയർഡ് ആയിരിക്കും. അല്ലാതെ ആ സിനിമയെ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയാം. അപ്പോൾ ആളുകൾക്ക് ഓരോ റിവ്യൂവും ആളുകൾക്ക് അത്ര ഇനി ചിലപ്പോഴെന്നെ ആളുകൾ കമൻറ്റ് ചെയ്യാറുണ്ട് സാധാരണ റിവ്യൂ പോലെ അല്ലല്ലോ ഇതെന്താ ഒരു ഉഴപ്പി പറയുന്ന പോലെയെന്ന്. അപ്പോൾ ആളുകൾക്ക് പിന്നെ വേറെ ബേസിക് ആളുകൾക്ക് ഭയങ്കര ഷാർപ്പായിട്ട് പറയുന്നതാണ് ബേസിക്കലി ഒരു മോബ് സൈക്കോളജി പറയുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ ഇപ്പോൾ ഷാർപ്പായിട്ടൊരു ഇൻ്റർവ്യൂ ആണെങ്കിൽ നിങ്ങളുടെ ഇൻ്റർവ്യൂ ആണ് കൂടുതൽ ആളുകളുണ്ടാവും. ഇപ്പോൾ ചാനൽസ് എടുത്ത് നോക്കിയോ, ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിനൊക്കെ ഇത്രയും വ്യൂസ് ഇപ്പം എടുത്ത് കൂടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഭയങ്കര ഷാർപ്പാണ്. അതായത് കൂടുതലായിട്ട് ബ്ലേറ്റൻ്റ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതും കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നതും. അല്ലാതെ ഒഴുക്കം മട്ടിലാകുന്ന സമയത്ത് ആൾക്കാർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് രീതി. അതെ അതെ.